നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. ഇതിനിടയിലും ചോദ്യോത്തരവേള പുരോഗമിക്കുന്നു. സഭയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം. ഉത്പാദനവും അതിന്റെ കാലാവസ്ഥയുടെയും ഭൂമിയുടെ മണ്ണിന്റെ ഘടനയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഉത്പാദനത്തിലൊക്കെ വലിയ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ സബ്സിഡികൾ കൊടുക്കുന്നത് ഓരോ സ്ഥലത്തും ഏതൊക്കെ വിളകൾക്കാണ് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഉത്പാദനം ഓരോ സ്ഥലത്തും വരുന്നത് എന്ന് മനസ്സിലാക്കി ഈ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് എന്നുള്ളത് മാറ്റി ഈ ഔട്ട്പുട്ട് സബ്സിഡി എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് അങ്ങനെ ഇപ്പോൾ PWD ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ പൊതുമരാമത്ത് വകുപ്പൊക്കെ പല ജില്ലകളിലേക്കും സാധനങ്ങളുടെ വിലയൊക്കെ പരിശോധിച്ച് ഓരോ സ്ഥലത്തിനും ഓരോ റേറ്റും ഒക്കെ നിശ്ചയിക്കുന്നത് പോലെ ഇത് അത്തരത്തിൽ ശാസ്ത്രീയമായി സമഗ്രമായ ഒരു സബ്സിഡി സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രമിക്കുമോ? അതുപോലെ തന്നെ കേരളത്തിൽ കൃഷി ഇപ്പോൾ സാങ്കേതികമല്ലാതെ വൈകാരികമായി ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് വരുന്നുണ്ട് സർ. ആ തരത്തിലുള്ള ക്യാമ്പയിനുകൾ കൂടുതൽ എടുക്കുന്നതിന് ഗവൺമെന്റ് ശ്രദ്ധിക്കുമോ? സർ, ബഹുമാന്യ അംഗം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമായിട്ടൊരു കാര്യമാണ്. ഈ സബ്സിഡിയുടെ പാറ്റേൺ മാറ്റുന്നത് സംബന്ധിച്ചാണ്. അത് പരിപൂർണമായിട്ടും ഒറ്റയടിക്ക് നടപ്പാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പോലും ഈ ഉൽപ്പാദനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൃഷിക്കാർക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് ആലോചിച്ചു വരികയാണ്. അത് സബ്സിഡി സമ്പ്രദായത്തിൽ തന്നെ വരുത്തേണ്ട ഒരു മാറ്റമാണ്. അതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ഇതുവരെ ഒരു മാർക്കറ്റിംഗ് സംവിധാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ നടപടി എടുക്കാറില്ല സാർ. അപ്പം അതുകൊണ്ട് ഉൽപ്പാദനവും സംഭരണവും മാർക്കറ്റിങ്ങും അതിന് ഡിമാൻഡ് അനുസരിച്ച് വിൽപ്പന നടത്താൻ ആവശ്യമായ സൗകര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇത് ഉത്സവകാല സീസണിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല. ഉത്സവകാലം കഴിഞ്ഞാലും 52 ആഴ്ചകളിൽ ഓരോ മാസവും വരുന്ന ഉൽപ്പാദനം എത്രയാണ്, ഏതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ, ഏകോപിപ്പിച്ച വിവരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചാൽ കൃഷിക്കാർക്ക് അവിടെ അമിതമായിട്ട് ഏതെങ്കിലും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വില കിട്ടാൻ വേണ്ടിയുള്ള ആവശ്യമായ നടപടി ഉണ്ടാവും. അതിന് പുറമെ സാർ ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഒരു മിനിമം ഇത്ര വില കിട്ടുമെന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ ഈ സമ്പ്രദായത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട് സാർ. ശ്രീ ആർ രാജേഷ്. സാർ, എൻ്റെ പ്രദേശം നന്നായി പച്ചക്കറി കൃഷി ചെയ്യുന്ന പ്രദേശമാണ് സാർ. ഓണാട്ടുകര പ്രദേശമാണ് സാർ. എൻ്റെ മണ്ഡലത്തിലെ തന്നെ 7 പഞ്ചായത്തിന് പുറത്തേക്ക് ഈ ഉത്സവകാലത്ത് പച്ചക്കറി കയറ്റുമതി ചെയ്യുന്ന സ്ഥലമാണ്. പാലമേൽ പഞ്ചായത്ത് എന്ന പഞ്ചായത്ത് തന്നെ ഈ ഓണക്കാലത്ത് 100 ടൺ പച്ചക്കറി പഞ്ചായത്തിന് പുറത്തേക്ക് ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയുണ്ടായി. സാർ, മണ്ഡലത്തിലെ 7 പഞ്ചായത്ത് നന്നായി കൃഷി ചെയ്യുമ്പോൾ മണ്ഡലത്തിലുള്ളൊരു ജില്ലാ കൃഷിത്തോട്ടം അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുത്തതാണ്. എന്നാൽ ആ ജില്ലാ കൃഷിത്തോട്ടം നോക്കൂത്തിയെ നിൽക്കുകയാണ് സാർ. അവിടെ കൃഷി ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കപ്പെടുന്നില്ല. സാർ, എൻ്റെ ചോദ്യം, ഇത്രയധികം കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ആ ജില്ലാ കൃഷിത്തോട്ടം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംഭരണശാല, കർഷകർക്ക് എക്കാലവും ഗുണം കിട്ടുന്ന നിലയിൽ ഒരു സംഭരണശാല ആരംഭിക്കണം. ആ ജില്ലാ കൃഷിത്തോട്ടത്തെ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. സാർ, ബഹുമാന്യ അംഗം പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഏറ്റെടുത്ത ഒരു വലിയ തോട്ടം അവിടെയുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിലല്ല നടക്കുന്നതെന്ന റിപ്പോർട്ട് ഉണ്ടായിട്ട് അടുത്ത ആഴ്ച ആ തോട്ടം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സാർ. ഈ തോട്ടം മാത്രമല്ല, കേരളത്തിലെ 64ഓളം ഫാമുകൾ, വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഫാമുകൾ നമുക്ക് കൃഷി വകുപ്പിന് കീഴിലുണ്ട് സാർ. ഈ ഫാമുകളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ എല്ലാ മേഖലയിലും കൃഷി ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ നമ്മുടെ കൃഷിക്ക് ആവശ്യം നമ്മുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ഉൽപ്പന്നം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സാർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഫാമുകളും പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള വിപുലമായ പദ്ധതി ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദനത്തിൻ്റെ ഹോട്ട്സ്പോട്ടുകൾ എന്ന നിലയിൽ ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥലങ്ങളിൽ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ സ്ഥലത്തും ഒരു സംഭരണ കേന്ദ്രം ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ വിശദമായ റിപ്പോർട്ട് തേടിയ ശേഷം അതിൽ തീരുമാനം എടുക്കുന്നതായിരിക്കും സാർ. യെസ്. ചോദ്യം നമ്പർ 123 ശ്രീ KV വിജയദാസ്, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. സർ, ചോദ്യം നമ്പർ 123 എ, കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ 2008-2009 മുതൽ 2015-16 വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. 11 ഇനങ്ങളിലായി ദീർഘമേറിയ ഒരു റിപ്പോർട്ടാണ് അത് എന്നതുകൊണ്ട് റിപ്പോർട്ട് അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. ബി, AGയുടെ ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങളെല്ലാം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഓഡിറ്റിൽ ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ പരിഹരിച്ച് AGക്ക് റിപ്പോർട്ട് നൽകുന്നതിലേക്ക് 3/8/2016 31ാമത് റോഡ് സുരക്ഷാ അതോറിറ്റി മീറ്റിംഗിൽ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുകയും വിവിധ വകുപ്പുകളെ സംബന്ധിച്ചുള്ള ഓഡിറ്റ് പരാമർശങ്ങളിൽ
അടിയന്തരമായി മറുപടി നൽകുവാനും ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിക്കാനും തീരുമാനിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് യോഗം ചേരുകയും പരാമർശങ്ങൾ ചർച്ച ചെയ്യുകയും വിവിധ വകുപ്പുകളിൽ നിന്നും ഓഡിറ്റ് പരാമർശങ്ങൾക്ക് ലഭിച്ച മറുപടി പരിശോധനയ്ക്കായി പ്രിൻസിപ്പൽ അക്കൗണ്ടൻറ്റ് ജനറലിന് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. 2007 റോഡ് സുരക്ഷാ അതോറിറ്റി ആക്ടിൻ്റെ 10-11 വകുപ്പുകൾ പ്രകാരമാണ് റോഡ് സുരക്ഷാ അതോറിറ്റിക്ക് ഫണ്ട് ലഭിക്കുന്നത്. അപ്രകാരം സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നതോ അതിനായി സൂക്ഷിച്ചിട്ടുള്ളതോ ആയ ഏതൊരു മോട്ടോർ വാഹനത്തിന്മേലും ആക്ടിൻ്റെ പട്ടികയിൽ നിർദ്ദേശിച്ചിട്ടുള്ള നിരക്കുകൾ ഒറ്റപ്രാവശ്യ സെസ് ഈ ആവശ്യങ്ങൾക്കായി ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുന്നു. കൂടാതെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നൽകുന്ന ഗ്രാൻറ്റുകൾ, വായ്പകൾ അല്ലെങ്കിൽ മുൻകൂറുകൾ, പൊതുസ്ഥാപനങ്ങളിൽ നിന്നോ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ സംഘടനകളിൽ നിന്നോ ഉള്ള സംഭാവനകൾ, ഫീസ് എന്നിവ ഫണ്ട് സ്രോതസ്സുകളാണ്. അതുപോലെ 1988 മോട്ടോർ വാഹന ആക്ട് 200 വകുപ്പിൻ്റെ കീഴിൽ മുൻ വർഷത്തിൽ ശേഖരിച്ച രാജിയാക്കൽ ഫീസിൻ്റെ 50% തുല്യമായ ഒരു തുക ഓരോ വർഷവും ഫണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതവും സ്രോതസ്സാണ്. നാളിതുവരെ റോഡ് സുരക്ഷാ അതോറിറ്റിക്ക് 173.12 കോടി രൂപ ബജറ്റ് വിഹിതം ലഭ്യമാക്കിയിട്ടുണ്ട്. ഫണ്ടിൻ്റെ അപര്യാപ്തത റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല. ശ്രീ KV വിജയദാസ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വാഹനപ്പെരുപ്പവും അപകട മരണങ്ങളുടെ വർധനവും കണക്കിലെടുത്ത് രൂപീകരിച്ചതാണ് റോഡ് സുരക്ഷാ അതോറിറ്റി എന്നുള്ളത്. ഈ റോഡ് സുരക്ഷാ അതോറിറ്റി നിലവിൽ വന്നിട്ടും കേരളത്തിൽ ഇപ്പോഴും ദേശീയപാതകളിൽ സ്പീഡ് ബ്രേക്കറുകളും ഹമ്പുകളും വാഹനക്കുരുക്ക് നിലനിൽക്കുന്ന മേഖലകളും ധാരാളമായി കാണുന്നു. അതുപോലെ അപകടങ്ങളിലെ മരണനിരക്ക് കുറയ്ക്കാൻ ഉപകരിക്കുന്ന ട്രോമാ കെയർ യൂണിറ്റിൻ്റെ അഭാവവും റോഡ് സുരക്ഷയെ സംബന്ധിച്ച ശാസ്ത്രീയ ഗവേഷണങ്ങളും തീരെ കുറഞ്ഞു പോകുന്നു. ഇതിൻ്റെ ഫലമായി റോഡ് അപകടങ്ങൾ കൂടി വരുന്നു. ഇത്തരം ഗൗരവതരമായിട്ടുള്ള പോരായ്മകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ പോരായ്മകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? സർ, വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ശ്രീ മാത്യു ടി തോമസ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ഒരു റോഡ് സുരക്ഷാ നിയമം കേരള നിയമസഭ പാസാക്കിയത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര നിയമത്തിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു നിയമമായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഇപ്പോഴത്തെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ പരിഹരിക്കത്തക്ക വിധത്തിൽ ഫലപ്രദമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സംശയം ഉന്നയിച്ചതുപോലെ തന്നെ അതൊരു ശരിയായ സംശയമാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിലേക്ക് ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ചിന്ത.